ഹൂത്തികളെയും ഹിസ്ബുള്ളയെയും ഇറാനെയും ഒക്കെ പേടിപ്പിക്കാൻ വേണ്ടി ചെങ്കടലിൽ കൊണ്ടു നിർത്തിയിട്ടിരുന്ന എബ്രഹാം ലിങ്കൺ എന്ന പടക്കപ്പൽ ഇപ്പോൾ വാലും ചുരുട്ടി ഓടിയതാണ് വാർത്ത. പേരവർക്ക് ലോക പോലീസ് എന്നാണ്. പക്ഷേ ചെങ്കടലിൽ ഹുങ്കുമായി വന്ന എബ്രഹാം ലിങ്കൺ പടക്കപ്പലിന് നേരെ ആ ഹൂത്തികൾ 4 വെടിവെച്ചപ്പോൾ ലോക പോലീസ് വാലും ചുരുട്ടി ഓടിയിരിക്കുകയാണെന്ന റിപ്പോർട്ടുകളാണ് ഏറെ രസകരം. ഗാസയിലെ ആക്രമണങ്ങൾ ഇസ്രായേൽ കടുപ്പിക്കുമ്പോൾ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളെ ഭീതിപ്പെടുത്താനും തങ്ങളുടെ ഹുങ്ക് കാണിക്കാനുമായി ചെങ്കടലിൽ കൊണ്ടുപോയി നിർത്തിയ പടക്കപ്പലാണ് എബ്രഹാം ലിങ്കൺ എന്ന വിമാനവാഹിനി കപ്പൽ. അന്നേ ലോകം ചോദിച്ചതാണ്, നിസ്സഹായരായ ജനതയെ അടിച്ചൊതുക്കാൻ എന്തിനുള്ള പുറപ്പാടാണ് ഈ കപ്പലിനെന്ന്. പ്രതിരോധം നടത്തുന്ന യമൻ, സിറിയ, ലബനൻ, ഇറാഖ്, ഇറാൻ തുടങ്ങിയ രാജ്യങ്ങളെ പേടിപ്പെടുത്തുകയായിരുന്നു അവരുടെ ലക്ഷ്യം. എന്നാൽ ചെങ്കടൽ അത് തങ്ങളുടേതാണെന്ന നിലയിലാണ് ഹൂത്തികൾ നിലകൊണ്ടത്. അവിടേക്ക് കടക്കുന്ന കപ്പലുകൾ തങ്ങളുടെ അനുവാദത്തോടെയല്ലാതെ പ്രവേശിക്കാൻ പാടില്ല. ഇത് ലംഘിച്ചു വരുന്ന ഏതൊരു കപ്പലിനെയും രാജ്യങ്ങളുടെ കൊടിയടയാളങ്ങൾ നോക്കാതെ തന്നെ തങ്ങൾ ആക്രമിക്കുമെന്ന മുന്നറിയിപ്പ് നൽകിയിരുന്നു ഹൂത്തികൾ. ഇതുപ്രകാരം 2 കപ്പലുകൾ പിടിച്ചെടുക്കുകയും ചിലത് മുക്കിക്കളയുകയും നിരവധി കപ്പലുകൾ ആക്രമിക്കപ്പെടുകയും ചെയ്തു. എന്നാൽ മുന്നിലും പിന്നിലും ഡെസ്ട്രോയറുകൾ അണിനിരത്തി ലോക പോലീസിന്റെ 2ാമത്തെ ഏറ്റവും വലിയ പടക്കപ്പൽ, അതും സർവ്വസന്നാഹങ്ങളുള്ള വിമാനവാഹിനി കപ്പൽ ചെങ്കടലിൽ പ്രവേശിച്ചു. എന്നാൽ പോരാളികളായ ഹൂത്തികൾക്ക് അവയൊന്നും ഒരു വിഷയമേ അല്ല. മുൻപ് ഹിസ്ബുള്ളയുടെ ഒരു പ്രഖ്യാപനം ഇങ്ങനെയായിരുന്നു: അമേരിക്കയിൽ ആര് അധികാരത്തിൽ വരുന്നു, ആര് പോകുന്നു എന്നതൊന്നും ഞങ്ങളുടെ വിഷയമേ അല്ല എന്ന്. അതിനെ അനുസ്മരിപ്പിക്കും വിധമാണ് ഹൂത്തികളുടെ ആക്രമണമുണ്ടായത്. കപ്പൽ വലുതോ ചെറുതോ, അമേരിക്കയുടെ വാണിജ്യ കപ്പലോ യാത്രാ കപ്പലോ യുദ്ധക്കപ്പലോ വിമാനവാഹിനി കപ്പലോ അതൊന്നും പ്രശ്നമല്ല. തങ്ങളുടെ അധീശത്വത്തിൽ കടക്കുന്നുണ്ടോ എന്നതാണ്. അതവർ പുലർത്തി. ദിവസങ്ങൾക്ക് മുൻപ് അമേരിക്കയുടെ 2 ഡെസ്ട്രോയറുകൾക്ക് നേരെയും എബ്രഹാം ലിങ്കണിനെതിരെയും ആക്രമണമുണ്ടായി. ഇത് അമേരിക്കക്ക് വലിയ നാണക്കേടുമുണ്ടാക്കി. ഒന്നാമത്, ചെങ്കടലിൽ ഹൂത്തികളെ തുരത്താൻ 9 രാഷ്ട്രങ്ങളുടെ സഖ്യമുണ്ടാക്കി രംഗത്തിറങ്ങിയിരുന്നു അമേരിക്ക. പാതി വഴിയിൽ പല രാഷ്ട്രങ്ങളും പിന്മാറി. ഒടുവിൽ ബ്രിട്ടനും ഫ്രാൻസും മാത്രമായി. ഇപ്പോൾ ബ്രിട്ടനും അമേരിക്കയും മാത്രം. അമേരിക്ക യമനിൽ നിരവധി ആക്രമണങ്ങൾ നടത്തി. എന്നിട്ടും ഹൂത്തികൾ അടങ്ങിയില്ല. ഈ ജാള്യതയിൽ നിന്നും കരകയറും മുൻപേ മറ്റൊരു പ്രഹരമാണ് പടക്കപ്പലിൻ്റെ പിന്മാറ്റം. സോഷ്യൽ മീഡിയകളിൽ കപ്പൽ പിന്മാറ്റത്തെ ട്രോളുകൾ കൊണ്ടാണ് ലോകം വരവേറ്റത്. മിഡിൽ ഈസ്റ്റിലെ തങ്ങളുടെ ഏക വിമാനവാഹിനി കപ്പൽ പിൻവലിക്കുന്നതായി പെൻറ്റഗൺ ചൊവ്വാഴ്ചയാണ് പ്രഖ്യാപിച്ചത്. US നേവിയുടെ 11 വിമാനവാഹി കപ്പലുകളിൽ ഒന്നായ USS എബ്രഹാം ലിങ്കൺ മിഡിൽ ഈസ്റ്റ് വിട്ട് പടിഞ്ഞാറൻ പസഫിക് സമുദ്രവും കിഴക്കൻ ഇന്ത്യൻ മഹാസമുദ്രവും ഉൾക്കൊള്ളുന്ന 7th ഫ്ലീറ്റിൻ്റെ പ്രവർത്തന മേഖലയിലേക്ക് പ്രവേശിച്ചു എന്നാണ് US നേവൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ USNIA ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നത്. അതിനിടയിലും അധിക ബാലിസ്റ്റിക് മിസൈലുകൾ, പ്രതിരോധ ഡെസ്ട്രോയറുകൾ, ഫൈറ്റർ സ്ക്വാഡ്രൺ, ടാങ്കർ എയർക്രാഫ്റ്റുകൾ, നിരവധി B-52 ലോങ് റേഞ്ച് സ്ട്രൈക്ക് ബോംബറുകൾ എന്നിവ ഈ മേഖലയിലേക്ക് വിന്യസിക്കുന്നതായി US സൈന്യം അറിയിച്ചിട്ടുമുണ്ട്. അതേസമയം തന്നെ പിന്മാറ്റത്തിന് പിന്നിലെ കാരണം ഹിസ്ബുള്ളയുടെയും ഹൂത്തികളുടെയും മിസൈൽ ഡ്രോൺ ആക്രമണം വർദ്ധിപ്പിച്ചത് ആണ് എന്നാണ് പറയപ്പെടുന്നത്. അമേരിക്കയുടെ സൈനിക സ്വത്തുക്കൾ സംരക്ഷിക്കേണ്ട ബാധ്യത അമേരിക്കയ്ക്കുണ്ടെന്നാണ് അമേരിക്കൻ സൈനിക വൃത്തങ്ങൾ വ്യക്തമാക്കിയത്. ഇസ്രയേലിനെതിരെ ഇറാന്റെ ആക്രമണം ഉണ്ടാവുക കൂടി ചെയ്താൽ പ്രോക്സി ഗ്രൂപ്പുകൾ കൂടുതൽ സജീവമാകുമെന്നും അവർ രംഗത്ത് വരുമെന്നും ഇത് മുൻനിർത്തിയാണ് പിന്മാറ്റമെന്നുമൊക്കെയും പറയപ്പെടുന്നുണ്ട്. ഹൂത്തികളുടെ മിസൈലുകൾ പ്രതിരോധിക്കുക എന്ന ആവശ്യത്തിനായി വന്ന പടക്കപ്പലിൻ്റെ പിന്മാറ്റത്തോടെ ഇനി എന്ത് എന്ന ചോദ്യത്തിന് അമേരിക്ക നൽകിയിരിക്കുന്നത് ഹൂത്തികളുടെ ആയുധ ഡിപ്പോകളിലും മറ്റു ലക്ഷ്യങ്ങളിലും ആക്രമണം നടത്താനും യമനിനുള്ളിൽ ആക്രമണം നടത്താനും വ്യോമശക്തി മാത്രം മതി എന്നതാണ്. യമനിലെ ഹൂത്തികളുടെ നിയന്ത്രണത്തിലുള്ള പ്രദേശങ്ങളിലെ കഠിനമായ 5 ഭൂഗർഭ ആയുധ സംഭരണ കേന്ദ്രങ്ങൾക്ക് നേരെ കഴിഞ്ഞ മാസം നടത്തിയ ആക്രമണത്തിൽ US വ്യോമസേനയുടെ B-2 ബോംബറുകൾ ഉപയോഗിച്ചിരുന്നു. പ്രത്യേക ഓപ്പറേഷനായി അമേരിക്കയിൽ നിന്നാണ് ആ ബോംബറുകൾ കൊണ്ടുവന്നിരുന്നത്. ഈ മാസമാദ്യവും യമനിലെ നിരവധി ഹൂത്തി കേന്ദ്രങ്ങളിൽ US സൈന്യത്തിൻ്റെ ആക്രമണം ഉണ്ടായിരുന്നു. വിമാനവാഹിനി കപ്പൽ പിൻവലിച്ചെങ്കിലും ഈ മേഖലയിൽ തങ്ങൾക്ക് ധാരാളം സംവിധാനങ്ങൾ ഇനിയും ബാക്കിയുണ്ടെന്നാണ് US പറയുന്നത്. F-16, F-15, നിരവധി B-52 ബോംബർ വിമാനങ്ങൾ എന്നിവയും ഉൾപ്പെടുമെന്ന് സെൻട്രൽ കമാൻഡ് ഏരിയ ഓഫ് റെസ്പോൺസിബിലിറ്റിയിൽ ഞങ്ങൾ കാര്യമായ ഫയർ പവറായി നിലനിൽക്കുന്നു എന്നുമാണ് ഡെപ്യൂട്ടി പെൻറ്റഗൺ പ്രസ് സെക്രട്ടറി സബ്രീന സിംഗ് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത്. അതേസമയം കപ്പലിന് നേരെ വീണ്ടും ഹൂത്തികളുടെ ആക്രമണം ഉണ്ടാകുമെന്ന സൂചനകളുടെ അടിസ്ഥാനത്തിൽ കൂടിയാണ് കപ്പൽ എത്രയും പെട്ടെന്ന് മാറ്റാനുള്ള നിർദ്ദേശം വൈറ്റ് ഹൗസിൽ നിന്ന് വന്നത് എന്ന വാർത്തകളും പുറത്തു വരുന്നുണ്ട്. waytonikah.com, the exclusive Muslim matrimonial site.